നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 38-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 8 വരെയും 21, 22 വാക്യങ്ങളും ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാപ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ട് ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരടയാളം ആകും. ആകാശിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. യഹൂദ രാജാവായ ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയ എഴുത്ത് 21, 22. എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പടക്കെട്ട കൊണ്ടുവന്ന് പരുവമേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. ഞാൻ യഹോവയുടെ ആലയത്തിൽ കയറിച്ചെല്ലും എന്നതിന് അടയാളം എന്ത് എന്ന് ഹിസ്കിയാവ് ചോദിച്ചിരുന്നു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയാൽ വലിയ അത്ഭുതമാണ് നടന്നത്. ഒരു പ്രബല രാജ്യത്തിന്റെ 1,85,000 ആളുകളെ ദൈവദൂതൻ അടിച്ചു കൊന്നു. മാത്രവുമല്ല, ആ രാജാവ് മടങ്ങിച്ചെന്നപ്പോൾ രാജാവിന്റെ മക്കൾ അദ്ദേഹത്തെ കൊല്ലുവാനും ദൈവം ഇടയാക്കി. അങ്ങനെയുള്ള ഹിസ്കിയാവിന് രോഗം പിടിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ കാലിൽ പരുവാണ്. ഹിസ്കിയാവ് രാജാവിനുണ്ടായ രോഗവും പ്രാർത്ഥനയാലുണ്ടായ സൗഖ്യവും സൗഖ്യാനന്തരം താൻ ദൈവത്തെ സ്തുതിച്ചതുമാണ് 38-ാം അധ്യായത്തിലെ വിഷയം. തൻ്റെ പിതാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം. വല്യപ്പൻ അദ്ദേഹം അസരിയാവ് ആയിരുന്നു. അദ്ദേഹം ദേവാലയത്തിൽ കയറി ധൂപം കാട്ടിയതിനാൽ കുഷ്ഠരോഗിയായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകനായ യോധാം ദേവാലയത്തിൽ കടന്നില്ല. അപ്പനെ കുഷ്ഠരോഗിയാക്കിയ ദൈവത്തിന്റെ ആലയം വേണ്ട എന്ന് തീരുമാനിച്ചു. അതിനാൽ ജനം വഷളന്മാരായി വിഗ്രഹാരാധികളായി. യോധാമിന്റെ മകനായ ആഹാസ് ദേവാലയം അടച്ചു കളഞ്ഞു. ആരും വല്യപ്പനെ കുഷ്ഠരോഗിയാക്കിയ ആ ദൈവത്തിന്റെ ആലയത്തിൽ ആരും ആരാധിക്കേണ്ട അയാൾ വാതിലടച്ചു കളഞ്ഞു. അതുകൊണ്ട് ജനം വഷളന്മാരായി വിഗ്രഹാരാധികളായി. അതുകൊണ്ട് ചുറ്റുമുള്ള ശത്രുക്കൾ അവരെ പരാജയപ്പെടുത്താനിടയായി. എന്നാൽ ഈ ആഹാസിന്റെ മകനായ ഹിസ്കിയാവ് തൻ്റെ അപ്പന്മാരുടെ വഴിയിൽ നടക്കാതെ ദാവീദിന്റെ വഴിയിൽ നടക്കാൻ, യഹോവ ഭയപ്പെട്ട അവന്റെ വഴിയിൽ നടക്കാൻ തയ്യാറായി. അതുകൊണ്ട് അവൻ ഇസ്രായേലിലെ വിഗ്രഹങ്ങളെയൊക്കെ നീക്കി ശുദ്ധീകരിക്കാൻ, അതുപോലെ ദേവാലയത്തെ ശുദ്ധീകരിക്കാൻ തയ്യാറായി. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ യുദ്ധവിജയം നേടുവാൻ, അങ്ങനെ ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകാൻ ഇടയായി. പക്ഷേ അതിനൊക്കെ ശേഷം അദ്ദേഹത്തിന് രോഗം പിടിപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭക്തന്മാർക്ക് രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. യോബിന് രോഗമുണ്ടായല്ലോ. അതുപോലെ ബെഥാനിയയിലെ ലാസർ ദീനമായിട്ടാണല്ലോ മരിച്ചത്. പൗലൂസ് രോഗിയായിരുന്നു, തീമോത്തിയോസ് രോഗിയായിരുന്നു. അപ്പോൾ ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് രോഗം വന്നുകൂടാ എന്നില്ല. ദൈവനാമ മഹത്വത്തിനായിട്ട് രോഗങ്ങൾ ഉണ്ടാകാം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. യഹോവ എല്ലാറ്റിൽ നിന്നും വിടുവിക്കും. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം
രോഗം അനുവദിക്കാറുണ്ട്. യശയ്യാപ്രവാചകൻ വന്നു പറഞ്ഞത് ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, മരിച്ചു പോകുമെന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമൂഹിക കാര്യങ്ങൾ, രാഷ്ട്രകാര്യങ്ങളൊക്കെ മെച്ചമായിരുന്നെങ്കിലും ഗ്രഹകാര്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ക്രമപ്പെടുത്താൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയില്ല. തീർച്ചയായിട്ടും ദൈവമക്കളെ സംബന്ധിച്ച് അവരുടെ ഭാഗത്ത് ഉള്ള കുറവുകൾക്ക് ദൈവം ശാസനയും ശിക്ഷയും നൽകും. നമ്മൾ അനുദപിക്കാൻ, മാനസാന്തരപ്പെടാൻ, മടങ്ങി വരാൻ നമുക്ക് സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. എന്തായാലും ഹിസ്കിയാവ് തൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കി എന്നുള്ളത് ശരിയാണ്, ആ കിടപ്പിൽ കിടന്നുകൊണ്ട്. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. യശയ്യാപ്രവാചകനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുകയല്ല. ചില ആളുകൾ എന്തെങ്കിലും അനർത്ഥമോ ബുദ്ധിമുട്ടോ വന്നാൽ നാട് നീളെ ഏതെല്ലാം ഫോൺ നമ്പറുകൾ കിട്ടുമോ അവിടെ എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നവരുണ്ട്. അല്ല, ദൈവം നമ്മുടെ പിതാവാണ്. നമ്മുടെ അപ്പനോട് നമ്മുടെ കാര്യം നമുക്ക് പറയാം, അല്ലാതെ വേറെ ആളുകളോട്. ഇപ്പോൾ ക്രിസ്തു മതക്കാരെ പരിഹസിച്ചുകൊണ്ട് പറയും, അവർ ഇന്ന പുണ്യാളനോട്, ഇന്ന പുണ്യവാളത്തിയോട്, ഇന്ന മരിച്ചവരോട്, മരിക്കാത്തവരോട് ഒക്കെ അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അവർ വഴിപാട് കഴിക്കുന്നു എന്നൊക്കെ. നമ്മളും അത് തന്നെ ചെയ്യുകയാണ്. ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തണം എന്ന് വാക്യമുണ്ട്, ശരിയാണ്. പക്ഷേ അറിയുന്നവരും അറിയാത്തവരുമായ സകല ആളോടും പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണം. പക്ഷേ ഇവിടെ ഹിസ്കിയാവ് പ്രാർത്ഥിച്ച് പറഞ്ഞത്, കർത്താവെ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും നിന്നെ സ്നേഹിച്ചത് സേവിച്ചത് ഓർക്കണമെന്നാണ്. തനിക്കത് പറയാനുണ്ടായിരുന്നു. നമ്മളാണെങ്കിലോ, ദൈവമേ ഓർക്കരുതേ എന്നായിരിക്കും നമ്മൾ പറയുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലത് ഓർക്കാനുണ്ടായിരിക്കണം. പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു വാദമാണ്. നമുക്ക് തമ്മിൽ വാദിക്കാമെന്നല്ലേ ദൈവം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തു ചെയ്യാം? ദൈവത്തോട് വാദിക്കാം. അതാണ് ഇവിടെ ഹിസ്കിയാവ് ചെയ്തത്. പ്രാർത്ഥന ദൈവത്തോടുള്ള മൽപ്പിടുത്തമാണ്. കാരണം യാക്കോബ് മല്ലു പിടിച്ചുകൊണ്ട് പറയുന്നത്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്നാണ്. എന്തായാലും വളരെ ചുരുക്കം വാചകങ്ങളെ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നടുമുറ്റം വരെ എത്തിയ യെശയ്യാവിന് അരുളപ്പാടുണ്ടായി, നീ തിരിച്ചെന്ന് പറയുക, നിനക്ക് സൗഖ്യമുണ്ടാകും. 15 വർഷം നിന്റെ ആയുസ് ദീർഘമായിരിക്കുന്നു. നീ 3-ാം ദിവസം ദേവാലയത്തിൽ പോകാനിടയാകും. ഒപ്പം ദൈവം പറഞ്ഞു, അവൻ്റെ പരുവിൽ നീ ഒരു അത്തിപ്പഴക്കട്ട ഇടണം. അതൊരു ചികിത്സയാണ്. പ്രിയപ്പെട്ടവരെ, ചികിത്സ ചെയ്യുന്നതിനകത്ത് തെറ്റില്ല. കാരണം മരുന്നുകളൊക്കെ ദൈവമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ചോരുമ മുളയ്ക്കുന്ന ഈസോപ്പ് മുതൽ ലബാനൂലെ ദേവദാരു വരെയുള്ള സസ്യങ്ങളിലെ ഔഷധ ഗുണം ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ശലോമോനാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ദൈവം ചില പ്രതിവിധികൾ വച്ചിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. തിമോത്തിയോസ് അജീർണതയുടെ രോഗമുള്ളവനായിരുന്നു. പൗലോസ് പറയുന്നത് വെള്ളം മാത്രം കുടിക്കാതെ അല്പം വീഞ്ഞും കഴിക്കുക, മുന്തിരിച്ചാറ് കൂടെ കഴിക്കുക എന്നാണ്. എന്തിനാ? നമ്മുടെ കർത്താവ് പോലും ഒരു പുറവിയിലെ കുരുടനായ മനുഷ്യന് സൗഖ്യം നൽകിയപ്പോൾ ചേറുണ്ടാക്കി ചേറ് കണ്ണിൽ പൂശിയിട്ട് ശീലവും കുളത്തിൽ പോയി കഴുകുക എന്നല്ലേ പറഞ്ഞത്. ഒരു വാക്കിന് യേശുവിന് സൗഖ്യം നൽകാൻ കഴിയുമായിരുന്നെങ്കിലും യേശു ഇവിടെ ഒരു പ്രഥമ ശുശ്രൂഷ കൂടെ ചെയ്യുകയാണ്. അതിനകത്ത് തെറ്റില്ല. ഇവിടെ ദൈവം ഈ അസാധ്യമായ കാര്യം സാധ്യമാക്കും എന്നുള്ളതിനൊരു അടയാളം നൽകുകയാണ്. അതായത് ആകാശിൻ്റെ സൂര്യഘടികാരത്തിൽ, അതായത് അതിൻ്റെ നിഴല് നോക്കിയാണ് സമയം അറിയുന്നത്. ആ നിഴലിന് 10 പടി തിരികെ ദൈവം കൊണ്ടുവന്നു. ഇതായിരുന്നു അടയാളം. പ്രിയപ്പെട്ടവരെ, അത് സംഭവിച്ചു. ദൈവം പറഞ്ഞത് സംഭവിച്ചു. സൗഖ്യമായി ആയുസ് ദീർഘമാക്കി ലഭിച്ചു. ഹിസ്കിയാവ് ദേവാലയത്തിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയാണ്. അതാണ് ഈ 38-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലെ സ്തുതികൾ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളൊക്കെ അനുവദിക്കുമ്പോൾ ഒന്നുമായി കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മൾ വിജയം നേടുവാൻ, അനുഗ്രഹം നേടുവാൻ ഇടയായിത്തീരണം. എങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ആളുകളും അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.